അപ്പൊ ഈ വർഷം പത്മഭൂഷണും മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടുകയുണ്ട്. മമ്മൂട്ടി ആദ്യമായിട്ട് കേരളത്തിൽ ലാൻഡ് ചെയ്തു. അപ്പൊ ഇന്ന് എയർപോർട്ടില് UDF മന്ത്രിമാരും പിന്നെ മമ്മൂട്ടിയുടെ വാലായിരുന്ന MLA പിഷാരുടെയൊക്കെ വൻ സ്വീകരണം കൊടുത്തു. അത് വാർത്തയിലെല്ലാവരും കണ്ടായിരിക്കും. അപ്പൊ ഇതിനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയ പുരസ്കാരങ്ങളുടെയും അല്ലെങ്കിൽ ഈ BJP ഗവൺമെന്റ് കൊടുക്കുന്ന അംഗീകാരങ്ങളുടെയും ഒക്കെ വിശ്വാസ്യത കേരളത്തിലത്തെ പൊതുജനം ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ അത് ഇത്തിരി കൂടിയും ചൂടേറിയ ചർച്ചകളിലേക്ക് കടന്നത് നമ്മുടെ കേരള സ്റ്റോറിക്ക് പുരസ്കാരം കിട്ടിയപ്പോഴാണ്. അപ്പൊ കേരള സ്റ്റോറി എല്ലാവർക്കും അറിയായിരിക്കും, കേരളത്തിനെ എടുത്തി കാണിക്കാനും കേരളത്തിലെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ പൊട്ടയായിട്ട് ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. അപ്പൊ അതിന് 2 ദേശീയ അവാർഡ് കിട്ടി. ഒന്ന് ഈ പറഞ്ഞ പോലെ മികച്ച ഡയറക്ടർക്കും സംവിധായകനും പിന്നെ മികച്ച സിനിമാറ്റോഗ്രാഫർക്കും. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഇടത് സംഘടനകളും ഇടത് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPIM ഒക്കെ നല്ല രീതിക്ക് ഇതിനെ എതിർത്ത് വന്നിരുന്നു. മാധ്യമങ്ങളായാലും എതിർത്ത് വന്നിരുന്നു. അപ്പൊ അന്ന് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കേരള സ്റ്റോറിക്ക് പുരസ്കാരം കിട്ടിയതിന് ആൾക്കാർ എതിർത്ത് വന്നിരുന്നപ്പോ പറഞ്ഞിരുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, ഇതിന്റെ നിലവാരം കുറഞ്ഞു, സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടകൾ പുഷ് ചെയ്യുന്ന സിനിമകൾക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ഈ ദേശീയ പുരസ്കാരത്തെ. അപ്പോ അന്ന് ഇതിനെ അധിക്ഷേപിച്ച ആൾക്കാർക്ക് ഇപ്പൊ എവിടെയാ? മമ്മൂട്ടിക്ക് കിട്ടിയപ്പോ കുഴപ്പമില്ലാണ്ടായി. അതാണ് അവിടുത്തെ കാര്യം. ഇപ്പൊ ഒരുപാട് ഇടതനുകൂല ഹാൻഡിൽസ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങളായാലും ഒരുപാട് ചലച്ചിത്ര മേഖലത്തെ ആൾക്കാരായാലും ഒക്കെ മമ്മൂട്ടിനെ പുകഴ്ത്തിയിട്ടും മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞ വലിയ കാര്യത്തിൽ കയറ്റിയടിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായ? അതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസിന്റെ കാര്യം അതൊരു വേറെ ടോപ്പിക്, അതിനിപ്പോ കിടക്കണില്ല. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പാണ് ജനം മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായി? കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സംഘപരിവാർ ഇത് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എതിരെ ഉപയോഗിക്കും. ഇനി നാളെ സംഘപരിവാറുകാര് അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്കോ അവരുടെ ഒരു അജണ്ടയായിട്ടുള്ള ഒരു സിനിമയ്ക്കോ പുരസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അന്ന് കേരള സ്റ്റോറിനെ വിമർശിച്ച പോലെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവര് ഇതെടുത്തിടും. മമ്മൂട്ടിക്ക് കിട്ടിയപ്പോ നിങ്ങളെ കാര്യം കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ നിലവാരം കുറച്ച് കാണിക്കുന്നു, ഇങ്ങനെ അവർ വിമർശിച്ച് നിങ്ങൾക്ക് വായ ഓർക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അത് ഈ കേരളത്തിലത്തെ ഒരു ഇടത്, അതായത് കോൺഗ്രസ് ആയാലും CPM ആയാലും നിങ്ങളിത് മനസ്സിലാക്കുക, ഇതൊരു BJP ടെക്നിക്കാണ്. അതിൽ മമ്മൂട്ടിക്ക് കൊടുത്തതിലൂടെ 2-3 ഘടകങ്ങളുണ്ട്. അതായത് BJPക്കാര് മുസ്ലിംസിനെതിരല്ല എന്ന് കാണിക്കാനും ഒപ്പം തന്നെ നാളെ നിങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഇത് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഞാൻ മീഡിയ വണിൽ 1-2 ചർച്ചകളിൽ കണ്ടു. അതായത് അവർ പറയണത് ഈ മമ്മൂട്ടിക്ക് ഇപ്പൊ പത്മഭൂഷണം കിട്ടി അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര അവാർഡും കിട്ടിയത്, 2ഉം ഈ വർഷം കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലായി എന്നാണ് മീഡിയ വണ്ണുകാർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ അതിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയും സംഘപരിവാറും അടുത്തു എന്നവർ പറയുന്നുണ്ട്, അടുത്തതായിട്ട് മനസ്സിലാവുന്നു എന്നവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്നത് നമ്മുടെ ദുൽഖറിന്റെ ഒരു കേസുണ്ട്. അതായത് കസ്റ്റംസും മീഡിയയും ദുൽഖറിനെതിരെ മറ്റേ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് അടയ്ക്കാണ്ട് വാഹനം കിടത്തി അല്ലെങ്കിൽ ഓൾഡ് ഏജ് വിന്റേജ് കാറുകൾ, ലക്ഷറി വിന്റേജ് കാറുകൾ കിടത്തിയതിന്റെ മറ്റേ ദുൽഖറിനെതിരെ വലിയ അന്വേഷണം നടന്നത് ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ദുൽഖറിന്റെ പഴയ ഡിഫൻഡർ അടക്കം ഈ കസ്റ്റംസുകാർ പിടിച്ചോണ്ടുണ്ടായി. അപ്പോൾ മീഡിയക്കാർ പറയണത് ഇപ്പൊ ആ വാർത്തകളൊന്നും കാണാനില്ല, അല്ലെങ്കിൽ അതൊക്കെ ഒതുക്കി തീർത്തോ എന്നൊക്കെ സംശയമുണ്ട് എന്നാണ് മീഡിയക്കാര് ഒരു അന്ത്യചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത്. ശരിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്. ഈ പറഞ്ഞാൽ ഇപ്പൊ അതിന് വലിയ ചർച്ചകളൊന്നും ഇല്ല. ഒപ്പം തന്നെ പത്മഭൂഷൺ കിട്ടിയുണ്ട് മമ്മൂട്ടിയും കുടുംബവും, ദുൽഖർ സൽമാൻ അടക്കം മോദിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. മോദി ദുൽഖറിന്റെ കൈ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ദുൽഖർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അപ്പൊ അതിൽ വലിയ ഈ പറഞ്ഞ പോലെ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ദുൽഖറും മമ്മൂട്ടിയൊക്കെ ഒരു CPIM അല്ലെങ്കിൽ ഒരു ഇടതനുകൂല വ്യക്തികളായിരുന്നു. അപ്പൊ അതൊരു ഘടകം. ഈ പറഞ്ഞ പോലെ ഈ കേസുകൾ ഒതുക്കി തീർത്തോ അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഇവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കുപ്പിയിലടച്ചോ എന്നുള്ള ഒരു സംശയം മീഡിയ കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും നല്ല അടുപ്പത്തിലുണ്ട്. അപ്പോ അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും കേന്ദ്രത്തിൽ അത്യാവശ്യം ഹോൾഡ് ഉണ്ട്. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞിട്ടായിരിക്കും മമ്മൂട്ടിക്ക് കേരളത്തിലുള്ള സ്വാധീനം, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്വാധീനം, ഇടത് ആളായ മമ്മൂട്ടിക്ക് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനായാലും ഇടത് കമ്മ്യൂണിറ്റിനായാലും കേരള ജനത്തിനായാലും BJPക്ക് അടുപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പുരസ്കാരങ്ങൾക്കുള്ള ഒരു ചീത്തപ്പേര് മാറ്റാൻ സാധിക്കുമെന്ന് സുരേഷ് ഗോപിയുടെ ഒരു റെക്കമെൻഡേഷനിലായിരിക്കാം ചിലപ്പോൾ മമ്മൂട്ടിക്ക് ഇതുപോലത്തുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു സംശയം മാത്രം. അപ്പൊ അതില് ഇപ്പൊ പത്മഭൂഷൺ കിട്ടി മമ്മൂട്ടി ഈ വർഷം തന്നെ. അന്ന് മമ്മൂട്ടിയുടെ ഒപ്പം പത്മഭൂഷൺ കിട്ടിയ ആളെല്ലാവരും ഓർക്കണം. ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനും LDFനും ഏറ്റവും വലിയ തോൽവി ഉണ്ടായ കാരണങ്ങളിൽ ഒരു വലിയ ഘടകം വഹിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം അന്ന് മറ്റേ അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് പിണറായി വിജയൻ ഒപ്പം കാറിൽ കയറ്റി പുള്ളിക്കാരൻ കൊണ്ടുപോയി. വെള്ളാപ്പള്ളി നടേശനിലായിരിക്കും അറിയാം ഈ പറഞ്ഞ പോലെ മുസ്ലിം വിരുദ്ധ കാര്യങ്ങൾ ഇങ്ങനെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പൊ സംശയമില്ലാത്ത കാര്യം. അപ്പോ
പത്മഭൂഷന്റെയും നിലവാരത്തെ ചോദ്യം ചെയ്യാൻ പറ്റും ആ ഒറ്റ കാര്യം കൊണ്ട്. പക്ഷെ അപ്പോഴും BJP ആയിട്ട് ട്രിക്ക് ഇട്ടു. അതായത് മമ്മൂട്ടിക്ക് കൊടുത്തതോടുകൂടി ഇപ്പൊ പത്മഭൂഷണെ ഒറ്റയടിക്ക് ആൾക്കാർക്ക് ആക്ഷേപിക്കാനും പറ്റാണ്ടായി. പറഞ്ഞ മനസ്സിലായി? അതൊക്കെയാണ് ഈ ഗെയിം ആൾക്കാർ മനസ്സിലാക്കുക. അപ്പോ അതോടൊപ്പം തന്നെ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി ആയാലും അല്ലെങ്കിൽ ദുൽഖർ ആയാലും ഇപ്പൊ പൃഥ്വിരാജ് പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് എമ്പുരാന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ എലിയായി മാറി. പുലിയായിരുന്ന പൃഥ്വിരാജ് എലിയായി മാറി എന്ന് പറയാൻ പറ്റില്ല. അത്ര പറയാൻ പറ്റുള്ളൂ. കാരണം CJP ഇഷ്യൂ വന്നപ്പോഴായാലും ഇപ്പൊ പുള്ളിക്കാരനെ കാണാൻ തന്നെ ഇല്ല. കാരണം ആളുടെ എല്ലാ സിനിമകളും പൊട്ടി തുടങ്ങി. അപ്പൊ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ആളുടെ സിനിമകൾ തോൽക്കുന്നത് ഈ പറഞ്ഞ സംഘപരിവാറുകാര് ഈ പറഞ്ഞ നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യണോണ്ടാണ്. ഓഫ് കോഴ്സ് നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ട് പുള്ളിക്കാരനെതിരെ. പക്ഷെ അതുകൊണ്ടൊന്നല്ല, പുള്ളിക്കാരന് നല്ല സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ടും കഴിവൊക്കെ പോയി തുടങ്ങി. കളവനായില്ലേ, അത്ര പറയാനുള്ളൂ. അപ്പൊ അതില് പൃഥ്വിരാജെ പറ്റി പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം ഉണ്ട്. ഇപ്പൊ മീഡിയ വണ്ണേര് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അതായത് അന്ന് കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയപ്പോ അന്ന് ജനം ചോദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുജീവിതം പോലത്തെ മികച്ച സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജിന് ഒരു റെക്കഗ്നീഷനും ഈ ദേശീയ പുരസ്കാരത്തിൽ നിന്ന് കിട്ടിയില്ല. അല്ലെങ്കിൽ കേരള സർക്കാർ കൊടുത്തു, ഈ പിണറായി വിജയൻ സർക്കാർ അന്ന് കൊടുത്തിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം. പക്ഷെ ദേശീയ തലത്തിൽ ഒരു തരത്തിലുള്ള അവാർഡും കിട്ടിയില്ല. അപ്പോ അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അന്ന് ഈ പറഞ്ഞ പോലെ ദേശീയ പുരസ്കാരത്തെ ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ആൾക്കാർ വിമർശിച്ചപ്പോ എന്താ പറയാ, അന്ന് ഇടതനുകൂല ഹാൻഡിൽസ് ഒക്കെ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP സംഘപരിവാർക്കാർ അജണ്ട നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാഷണലിസ്റ്റ് സിനിമകൾ, അതായത് ഇപ്പോ തീവ്രവാദികളെ കൊല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു അജണ്ടകൾ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമാണ് അവാർഡ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡയറക്റ്റ്ലി പറയാനുള്ളത് ഈ CPM-കാരോടും കോൺഗ്രസ്സുകാരോടും ഇടത് ആൾക്കാരോടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലുള്ള BJP ട്രാപ്പുകളിൽ വീഴാണ്ടിരിക്കുക. നിങ്ങൾ അന്ന് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ ആ നിലപാടിനെ പൂർണ്ണമായിട്ട് തള്ളി കളഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത നഷ്ടപ്പെടും. ഒപ്പം തന്നെ സംഘപരിവാറിന്റെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. ഇപ്പൊ നാളെ ഇനി സംഘപരിവാറുകാർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയ്ക്കോ ഇഷ്ടമുള്ള ഒരാൾക്കോ ഒരു അവാർഡ് കൊടുത്തു, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു അജണ്ട ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്ത് തരത്തിലും വിമർശിച്ചാലും ഈ മമ്മൂട്ടിയുടെ ഇഷ്യൂ എടുത്തിട്ട് വരുന്നത്. കാരണം മമ്മൂട്ടിക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു നിങ്ങളുടെ ഇരട്ടത്താപ്പ് അവർ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പതിയെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ അല്ലെങ്കിൽ കണ്ടായിരിക്കും BJP നല്ല ശക്തി പ്രാപിച്ചിട്ടുണ്ട്. BJPക്ക് വോട്ട് അധികം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, 3 MLA-മാര് കിട്ടി. തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ പാര VV രാജേഷ് BJP-കാരൻ, അങ്ങനെ പല രീതിക്കും BJP വളരുന്നുണ്ട്. എനിക്കിപ്പോ BJP വളർന്നുകൊണ്ട് വലിയ എന്താ പറയാ പേടിയോ അല്ലെങ്കിൽ BJP വളർന്നുകൊണ്ട് വലിയ അതൃപ്തിയൊന്നും ഇല്ല. കാരണം എല്ലാ ആൾക്കാരും രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർ ജയിക്കും. പിന്നെ BJP-യോടുള്ള ഒരു ചെറിയ വിയോജിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വർഗീയമായ ഒരു ദുർവീകരണം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ഇപ്പോ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് കേരളത്തിൽ ഇപ്പൊ വലിയ വർഗീയമായിട്ടുള്ള കലാപങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ല. ഒരു പരിധി വരെ കേരളം സേഫാണ് ജീവിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്യുലർ ഫാബ്രിക് പെടാൻ ചാൻസ് ഉണ്ട് BJP വന്നു കഴിഞ്ഞാൽ എന്ന് എന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയ കാര്യം. അപ്പോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് BJP-യോട് ഒരു ചെറിയ വിയോജിപ്പുള്ളത്. അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ ആരും വലിയ പുണ്യാളന്മാരുന്നോ അല്ലെങ്കിൽ ആരും വലിയ കള്ളന്മാരെന്നോ പറയാൻ പറ്റില്ല. ഇപ്പൊ അവാർഡുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ അവാർഡ് കഴിഞ്ഞ 10 വർഷം കൊടുത്തിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇനിയിപ്പോ BJPക്ക് പകരം കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവാർഡ് കൊടുക്കുള്ളൂ. അതിൽ വലിയ സംശയമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യ എടുക്കണ്ട, ഇന്റർനാഷണൽ ലെവലിൽ എടുത്താലും ഇപ്പൊ കേരളം ഇന്ത്യ മാറ്റിയിട്ട് ഇന്റർനാഷണൽ ഓസ്കാർ അവാർഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം അതില് വ്യക്തികൾക്കും രാഷ്ട്രീയമായ താല്പര്യങ്ങളും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഒരു അവാർഡുകളുടെയൊക്കെ വിശ്വസ്തത അത്രയ്ക്ക് തന്നെയുള്ളൂ, അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് പണ്ടാണെങ്കിൽ അത്രയ്ക്കില്ല. പക്ഷെ ഇപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡുകൾ അതാത് സർക്കാരുകളും അതാത് ആൾക്കാരും അവരുടേതായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ കേരളത്തിൽ ജനത മനസ്സിലാക്കുക, നിങ്ങൾ ഒരു നിലപാടെടുക്കുമ്പോൾ ഇരട്ടത്താപ്പുകൾ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും. അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം.